ചേലക്കരയ്ക്ക് എന്നും ചേലേക്ക് നിറം ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ കളക്ഷൻസുമായി പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു. മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു. നിറം ഫാബ്, മേപ്പാടം, ചേലക്കര. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ മാർച്ച് 17 മുതൽ 21 വരെ കേബിൾ TV ഓപ്പറേറ്റീവ് അസോസിയേഷൻ അവകാശ സംരക്ഷണത്തിന് പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കേരളത്തിൽ വൈദ്യുതി ബോർഡിനെതിരെ വളരെ ശക്തമായ ഒരു സമരവുമായി കടന്നു വരികയാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാടകയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണുവാൻ ഇതുവരെ KSEBയുടെ അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. വലിയ കുത്തകകൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ കേബിൾ TV രംഗത്തും ബ്രോഡ്ബാൻഡ് രംഗത്തും ആധിപത്യം പുലർത്തി മുന്നോട്ട് പോകുമ്പോൾ അത്തരം വലിയ കുത്തക കമ്പനികൾക്ക് കേരളത്തിൻ്റെ മണ്ണിൽ ഈ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ കഴിയാത്തത് കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഈ മേഖലയിലെ സജീവമായ സാന്നിധ്യം വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളൊന്നായ ടെലിവിഷനും അതുപോലെ തന്നെ ഇൻ്റർനെറ്റും ചുരുങ്ങിയ നിരക്കിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമാകുന്നതും. അതിന് കാരണം കേരളത്തിലെ ചെറുകിട കേബിൾ TV മേഖലയുടെ സജീവമായ സാന്നിധ്യമാണ്. പക്ഷേ ഈ നിരക്ക് ഇത് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് KSEBയുടെ സമീപനത്തിലൂടെ ഇപ്പോൾ വെളിവാകുന്നത്. കാരണം വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ TVക്കും ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് KSEB ചെറുകിട കേബിൾ TV മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത്. അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ്. അപ്പോൾ ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ TV മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല, ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല, ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടെയാണ് നഷ്ടമാകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവൺമെൻറ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് KSEB പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം 17 മുതൽ 21 വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 5 ദിവസവും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാർ പങ്കെടുക്കുന്ന തുടർ സമര പരമ്പര നടത്തുകയാണ്. ഈ സമരത്തോടുകൂടി ഈ സമരത്തിന് മുന്നോടിയായി ഈ 13 എല്ലാ ജില്ലാ തലത്തിലുള്ള KSEB ഓഫീസുകൾക്ക് മുമ്പിലും ഇത്തരത്തിലുള്ള സമരം ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നടക്കുന്ന ഈ സമര പരമ്പരയോട് കൂടി ഈ വിഷയത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടന്നില്ല എങ്കിൽ വീണ്ടും തുടർ സമരവുമായി വീണ്ടും മുന്നോട്ട് പോകാനാണ് സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കേരളാവിഷനോടൊപ്പം നിന്നിട്ടുള്ള കേരളത്തിലെ ബഹുഭൂരിപക്ഷം ഞങ്ങളുടെ ഉപഭോക്താക്കളും അഭ്യുദയകാംക്ഷികളും ഈ സമരമേഖലയിലേക്ക് കടക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. KSEBയുടെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വിരുദ്ധ സമീപനത്തിനെതിരെ മാർച്ച് 17 മുതൽ 21 വരെ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അവകാശ സംരക്ഷണത്തിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പോസ്റ്റുകളിലൂടെ കേബിൾ വലിക്കുന്നതിന് വാടകയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുവാൻ ഇതുവരെ KSEBയുടെ അധികൃതർക്കോ ഗവൺമെന്റിനോ കഴിയാത്ത പക്ഷം വലിയ കുത്തക കമ്പനികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നതിൽ പ്രതിഷേധിച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് പ്രതിഷേധ സമരം സംഘടിപ്പിക്കുന്നത്.
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സജീവമായ സാന്നിധ്യം മൂലമാണ് കേരളത്തിൽ കുത്തക കമ്പനികളെ വളർത്താൻ സഹായിക്കാത്തതെന്നും അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ കേബിൾ ടിവി സിസ്റ്റം നടത്തിക്കൊണ്ടു പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ ഓപ്പറേറ്റേഴ്സ് അനുഭവിക്കുന്ന ഇത്തരം പ്രതിസന്ധികൾ ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കാതെ KSEB പോസ്റ്റുകളുടെ വാടക നിരക്ക് കൂട്ടിക്കൊണ്ട് ചെറുകിട കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തെ ചെറുക്കുകയാണ് ഈ സമരത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCV.